empowering women in Christ. ഹല്ലേലൂയ. ഷെക്കേന ന്യൂസിൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. പ്രിഷില്ല പ്രോഗ്രാമിൻ്റെ ഈ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് പുതിയ നിയമത്തിലെ മർത്തായെയും മറിയത്തെയും കുറിച്ചായിരുന്നു. നമ്മൾ കണ്ടു മർത്തായ്ക്ക് കർത്താവിൻ്റെ അടുക്കൽ ഉണ്ടായിരുന്ന ആ ഒരു സ്വാതന്ത്ര്യത്തെക്കുറിച്ച്. തൻ്റെ ഉള്ളിൽ എന്തു വന്നാലും അത് ഓടിച്ചെന്ന് കർത്താവിനോട് പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം അത് മർത്തായ്ക്കുണ്ടായിരുന്നു. ആ ഒരു സ്വാതന്ത്ര്യം പ്രാപിക്കാനുള്ള ആ ഒരു അഭിഷേക തലത്തിനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയുണ്ടായി. ഒപ്പം തന്നെ അബ്രാഹത്തിനെ നമ്മൾ കണ്ടു. കർത്താവിനോട് ബാർഗെയിൻ ചെയ്ത് സോദോമിൻ്റെയും ഗൊമോറയുടെയും രക്ഷയ്ക്ക് വേണ്ടി, ലോത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി കർത്താവിൻ്റെ അടുക്കൽ സംസാരിച്ചു നിൽക്കാനുള്ള ആ ഒരു സ്വാതന്ത്ര്യം അത് പ്രാപിച്ചവനായിരുന്നു അബ്രാഹാം. അതുപോലെ തന്നെ മോശയെയും നമ്മൾ കണ്ടു. ഇവർക്കൊക്കെ കർത്താവിൻ്റെ അടുത്തുണ്ടായിരുന്ന ഒരു സ്വാതന്ത്ര്യം, എന്തും പറയാൻ. അവരുടെ ഇടയിൽ ഒരു മറയുണ്ടായിരുന്നില്ല, അവർക്കൊന്നും ഒളിക്കാനുണ്ടായിരുന്നില്ല. കർത്താവിൻ്റെ അടുക്കൽ എല്ലാം തുറന്നു പറയാനുള്ള ഒരു സ്വാതന്ത്ര്യത്തിലേക്കായിരുന്നു കഴിഞ്ഞ ആഴ്ച നമ്മൾ കർത്താവിനാൽ വിളിക്കപ്പെട്ടത്. സങ്കീർത്തകനായ ദാവീദ് 119 അധ്യായം 45 വാക്യത്തിൽ ഈ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. തിരുവചനം പറയുകയാണ്, അങ്ങയുടെ കൽപ്പനകൾ തേടുന്നത് കൊണ്ട് ഞാൻ സ്വതന്ത്രമായി വ്യാപരിക്കും. കർത്താവിൻ്റെ അടുക്കൽ സ്വാതന്ത്ര്യത്തോടെ വ്യാപരിക്കാനുള്ള ആ ഒരു സീക്രട്ട് അതാണ് സങ്കീർത്തകൻ നമുക്ക് പറഞ്ഞു തരുന്നത്. ദാവീദ് പറയുകയാണ്, അങ്ങയുടെ കൽപ്പനകൾ തേടുന്നത് കൊണ്ട്, അങ്ങയുടെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്നത് കൊണ്ട് ഞാൻ സ്വാതന്ത്ര്യത്തോടെ വ്യാപരിക്കും. നമുക്ക് ഈ ഒരു അഭിഷേകത്തിനായിട്ട് പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, ഇന്നത്തെ നമ്മുടെ ശുശ്രൂഷയെ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമുക്ക് ഭരമേൽപ്പിക്കാം. സ്വാതന്ത്ര്യത്തോടെ വ്യാപരിക്കുവാനുള്ള ആ ഒരു അഭിഷേകത്തിനായിട്ട്, ആ ഒരു കൃപയ്ക്കായിട്ട് നമ്മെ തന്നെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവിന്റെ അടുക്കലുള്ള സ്വാതന്ത്ര്യം, സഹോദരങ്ങളുടെ ഇടയിലുള്ള സ്വാതന്ത്ര്യം, ആ ഒരു വലിയ അഭിഷേകത്തിലേക്ക് ഉയരുവാൻ നമ്മെ തന്നെ സമർപ്പിച്ച് പരിശുദ്ധാത്മാവിനെ വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ വരണമേ, ഞങ്ങളുടെ ഇടയിൽ വ്യാപരിക്കണമേ. സ്വാതന്ത്ര്യത്തിലേക്ക് പരിശുദ്ധാത്മാവേ ഞങ്ങളെ ഉയർത്തണമേ. കർത്താവിന്റെ അടുക്കലുള്ള സ്വാതന്ത്ര്യത്തിലേക്ക് ഞങ്ങളെ ഉയർത്തണമേ. പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ. ഹല്ലേലൂയ. Welcome Holy Spirit, we are in your presence. ഓ പരിശുദ്ധാത്മാവേ, Fill us with your power, live inside of me. എഴുന്നള്ളി വരണമേ പരിശുദ്ധാത്മാവേ. Welcome Holy Spirit, ഹല്ലേലൂയ. we are in your presence. Fill us with your power, live inside of me. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. ഞങ്ങൾ ഓരോരുത്തരുടെയും ജീവിതങ്ങളിൽ പരിശുദ്ധാത്മാവേ അങ്ങ് വ്യാപരിക്കണമേ. കർത്താവുമായുള്ള ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് ഞങ്ങളെ ഉയർത്തണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ. You're the living water, never dying fountain. ഹല്ലേലൂയ. Comforter and counselor, take complete control. ഏറ്റെടുക്കണമേ ആത്മാവേ. Welcome Holy Spirit, പരിശുദ്ധാത്മാവേ, we are in your presence. ഹല്ലേലൂയ. Fill us with your power, live inside of me. ഞങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ ആത്മാവേ. Fill us with your power,
വരണമേ. പരിശുദ്ധാത്മാവേ വരണമേ. ഞങ്ങളിൽ എഴുന്നള്ളി വരണമേ ആത്മാവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ഇടയിൽ വ്യാപരിക്കണമേ ആത്മാവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മേ മാതാവേ, ജീവിതകാലം മുഴുവൻ വലിയ സ്വാതന്ത്ര്യത്തോടെ വർത്തിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മേ, കർത്താവുമായുള്ള ആ ഒരു ഇടപഴകലിൽ പൂർണ്ണ സ്വാതന്ത്ര്യത്തിലേക്ക് ഞങ്ങൾ ഉയരുവാൻ അമ്മേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ യോസേപ്പ് പിതാവേ, തിരുകുടുംബത്തിൻ്റെ പാലക, ഞങ്ങളുടെ കുടുംബങ്ങൾ കർത്താവിൻ്റെ അടുക്കൽ സ്വാതന്ത്ര്യമുള്ള കുടുംബമായി മാറുവാൻ യോസേപ്പ് പിതാവേ പ്രാർത്ഥിക്കണമേ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ, ആമേൻ. യേശുക്രിസ്തുവിൽ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായി പോകുന്നത് മറിയത്തിൻ്റെ ഒരു പ്രത്യേക ഒരു പ്രവൃത്തിയെക്കുറിച്ചാണ്. നമ്മൾ മർത്തായെയും മറിയത്തെയും കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത്. തിരുവചനത്തിൽ നമ്മൾ കണ്ടു, യേശു ലാസറിനെയും മർത്തായെയും മറിയത്തെയും സ്നേഹിച്ചിരുന്നു എന്ന്. കർത്താവിൻ്റെ സ്നേഹിതരായിരുന്നു ലാസറും ലാസറിൻ്റെ സഹോദരിമാരും. ഇതിൽ മറിയം ചെയ്ത ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായി പോകുന്നത്. മറിയത്തെ 3 ഇടങ്ങളിലാണ് പരിശുദ്ധ വചനത്തിൽ നമുക്ക് കാണുവാനായി സാധിക്കുന്നത്. 3 കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പരിശുദ്ധ വചനം മറിയത്തെ നമ്മുടെ മുൻപിൽ കൊണ്ടുവന്ന് നിർത്തുമ്പോൾ 3 പ്രാവശ്യവും മറിയം കർത്താവിൻ്റെ പാദത്തിങ്കലായിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് വരാം. വിശുദ്ധ ലൂക്കായി എഴുതിയ സുവിശേഷം 10-ാം അധ്യായം, അവിടെ 39-ാം തിരുവാക്യത്തിന്റെ 2-ാം ഭാഗത്ത് തിരുവചനം കൃത്യം എഴുതി വെച്ചിരിക്കുകയാണ്. അവൾ കർത്താവിന്റെ വചനങ്ങൾ കേട്ടുകൊണ്ട് മറിയം കർത്താവിന്റെ വചനങ്ങൾ കേട്ടുകൊണ്ട് അവന്റെ പാദത്തിങ്കൽ ഇരുന്നു. യേശുവിന്റെ പാദത്തിങ്കൽ ഇരുന്നു. കർത്താവിന്റെ വചനം ശ്രവിച്ചുകൊണ്ട്, കർത്താവിനെ തന്നെ നോക്കിക്കൊണ്ട് കർത്താവിന്റെ പാദത്തിങ്കൽ ഇരിക്കുന്ന മറിയത്തെയാ തിരുവചനം നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. വീണ്ടും വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നമുക്കറിയാം, ലാസറിന്റെ മരണം കഴിഞ്ഞ് 4 ദിവസം കഴിഞ്ഞ് കർത്താവ് അവിടെ സന്ദർശനത്തിന് എത്തുകയാണ്. ആ സമയത്ത് 11-ാം അധ്യായം അവിടെ 32-ാം തിരുവാക്യത്തിൽ തിരുവചനം പറയുകയാണ്, മറിയം യേശു നിന്നിരുന്നിടത്തു വന്ന് അവനെ കണ്ടപ്പോൾ കാൽക്കൽ വീണു പറഞ്ഞു, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കുമായിരുന്നില്ല. ഇവിടെയും കർത്താവിൻ്റെ കാൽക്കൽ വീണ് സങ്കടം പറയുന്ന മറിയത്തെയാണ് നമ്മൾ കാണുന്നത്. വീണ്ടും കർത്താവിൻ്റെ പാദത്തിങ്കൽ കെട്ടിപ്പിടിച്ച് സങ്കടത്തോടെ തൻ്റെ വിഷമം പറഞ്ഞു തീർക്കുന്ന മറിയത്തെ കർത്താവ് ഇവിടെ നമുക്ക് കാണിച്ചു തരികയാണ്. വീണ്ടും വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ 1 മുതൽ 8 വരെയുള്ള തിരുവാക്യങ്ങളിൽ കർത്താവിൻ്റെ അടുക്കൽ വളരെ ശ്രേഷ്ഠമായ ഒരു പ്രവൃത്തി ചെയ്യുന്ന മറിയത്തെ നമ്മൾ കാണുന്നുണ്ട്. 12-ാം അധ്യായം അവിടെ 3-ാം തിരുവാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. മറിയം വിലയേറിയതും ശുദ്ധവുമായ ഒരു കുപ്പി നാർദിൻ സുഗന്ധ തൈലമെടുത്ത് യേശുവിന്റെ പാദങ്ങളിൽ പൂശുകയും തന്റെ തലമുടി കൊണ്ട് അവന്റെ പാദങ്ങൾ തുടയ്ക്കുകയും ചെയ്തു. തൈലത്തിന്റെ പരിമളം കൊണ്ട് വീടു നിറഞ്ഞു. ഇവിടെ കർത്താവ് ബഥാനിയായിൽ ഒരു ഭവനത്തിൽ അത്താഴത്തിന് വന്നിരിക്കുകയാണ്. ലാസറിനെയൊക്കെ ഉയർപ്പിച്ച് കഴിഞ്ഞ സമയമാണ്. വചനം എടുത്തു പറയുകയാണ്, പെസഹായ്ക്ക് 6 ദിവസം മുൻപാണ് ഈ സംഭവം നടക്കുന്നത്. അവിടെ ആ ഒരു ഭവനത്തിൽ കർത്താവ് അത്താഴത്തിന് വരുന്നുണ്ടെന്നറിഞ്ഞ് ലാസറും മർത്തായും മറിയവും അവിടെ ഉണ്ടായിരുന്നു. കർത്താവിനോടൊപ്പം അവരും ഉണ്ടായിരുന്നു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മറിയത്തിൻ്റെ ഇപ്പോൾ നമ്മൾ വായിച്ചു കേട്ട ആ ഒരു പ്രവൃത്തിയാണ്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. കർത്താവ് ആ ഭവനത്തിൽ അത്താഴത്തിന് വരുന്നുണ്ടെന്ന് മറിയത്തിനറിയാം. കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് മറിയത്തിന് അതിയായ ആഗ്രഹമുണ്ട്. ഒത്തിരിയേറെ വചനങ്ങൾ തനിക്ക് പകർന്നു തന്ന കർത്താവാണ്. ഒത്തിരിയേറെ തന്നെ വഴി നടത്തിയ കർത്താവാണ്. തൻ്റെ സഹോദരനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച കർത്താവാണ്. ആ കർത്താവിന്
പ്രതിനന്ദിയായി എന്തെങ്കിലും ചെയ്യണമെന്ന് മറിയത്തിനുണ്ട്. ഒത്തിരിയേറെ അവൾ ചിന്തിച്ചു കാണും, പലതും വിചാരിച്ചു കാണും. നമുക്കറിയാം, വളരെ ശ്രേഷ്ഠമായ ഒരു വ്യക്തിക്ക് എന്തെങ്കിലും ഒരു സമ്മാനം കൊടുക്കണം, ആ ഒരു അവസ്ഥ വരുമ്പോൾ നമ്മൾ വളരെ കൺഫ്യൂസ്ഡ് ആണ്. എന്തു കൊടുത്താലും മതിയാകാത്തൊരവസ്ഥയാണ്. അതുപോലത്തെ ഒരു അവസ്ഥയിൽ മറിയമായിരിക്കുകയാണ്. തുടർന്ന് അവൾ ചിന്തിച്ച് അവസാനം അവൾ കണ്ടെത്തിയ ഒരു പോംവഴിയായിരുന്നു ഈ നാർദിൻ സുഗന്ധ തൈലം എന്ന് പറയുന്നത്. എൻ്റെ പ്രിയമുള്ളവരെ, വളരെ വിലയേറിയ ഒരു വസ്തുവായിരുന്നു അത്. ആ ഒരു സുഗന്ധ തൈലം വളരെ റെയറായിട്ട് അവർ ഉപയോഗിച്ചിരുന്ന ഒരു സാധനമാണ്. അങ്ങനെ എപ്പോഴും ഒന്നും അത് ഉപയോഗിക്കത്തില്ല. വളരെ വിലപ്പെട്ട ഒരു വസ്തുവാണ്. പിന്നീട് നമ്മൾ കാണുന്നുണ്ട് യൂദാസ്ലിഹ പറയുന്നതായിട്ട് 300 ദനാറയ്ക്ക് അത് വിറ്റുകൂടെ എന്ന്. ഒരു ദനാറ എന്ന് പറയുന്നത് ഒരു ദിവസത്തെ കൂലിയാണ്. 300 ദിവസത്തെ കൂലി കൊടുത്താൽ കിട്ടുന്ന ഒരു വസ്തുവാണ് മറിയം ഇവിടെ കർത്താവിനായി കൊണ്ടുവരുന്നത്. അവളെ സംബന്ധിച്ച് അതിലും വിലപ്പെട്ട ഒന്ന് അവൾക്ക് കർത്താവിന് കൊടുക്കാനുണ്ടായിരുന്നില്ല. അവൾ ആ നാർദിൻ സുഗന്ധ തൈലം എടുത്ത് ആ കുപ്പി, അതൊക്കെ വളരെ വിശേഷപ്പെട്ട കുപ്പിയിലാണ് സൂക്ഷിക്കാൻ പറ്റുകയുള്ളൂ. അതിൻ്റെ ആ ഒരു സുഗന്ധം പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ, അത് തുറന്നു കഴിഞ്ഞാൽ പിന്നീട് അത് ഉപയോഗിക്കാൻ സാധിക്കത്തില്ല. ഇത്രയേറെ വിലപ്പെട്ട ശ്രേഷ്ഠമായ ഒരു വസ്തു മറിയം കർത്താവിനായി കൊണ്ടുവരികയാണ്. അത് കർത്താവിൻ്റെ പാദത്തിൽ പൂശിയിട്ട് തൻ്റെ തലമുടി കൊണ്ട് അത് തുടയ്ക്കുകയാണ്. അന്നത്തെ ഒരു കസ്റ്റം അനുസരിച്ച് വലിയ വിശിഷ്ട വ്യക്തികളൊക്കെ വരുമ്പോൾ അവരുടെ പാദം കഴുകി തുടയ്ക്കുന്ന പതിവൊക്കെയുണ്ട്. എന്നാൽ ഇത്രയേറെ വിലപ്പെട്ട സുഗന്ധ തൈലം പാദത്തിൽ പൂശി മുടി കൊണ്ട് അത് തുടയ്ക്കുന്നത് കണ്ടപ്പോൾ കൂടെ ഉണ്ടായിരുന്നവർക്കൊന്നും യാതൊന്നും മനസ്സിലായിട്ടില്ല. മറിയം തൻ്റെ ഉള്ളിൽ കർത്താവിനോട് കാണിച്ച ആ ഒരു ആദരം അതെന്താണെന്ന് അവർക്കാർക്കും മനസ്സിലായിട്ടില്ല. അവരൊക്കെ അത്ഭുതത്തോടെ നിൽക്കുമ്പോൾ കർത്താവിന് അവളെ കൃത്യമായി മനസ്സിലാവുകയായിരുന്നു. മറിയത്തിൻ്റെ പ്രവൃത്തിയുടെ ആഴം എന്തെന്ന് കർത്താവ് കൃത്യം തിരിച്ചറിയുകയായിരുന്നു. അവൾ കാണിച്ച ആ ഒരു ആരാധനയുടെ ഭാവത്തെ കർത്താവ് സ്വീകരിക്കുകയായിരുന്നു. മറിയത്തിൻ്റെ ആ ഒരു കാഴ്ച സമർപ്പണം കർത്താവ് സ്വീകരിക്കുകയാണ്. മറ്റുള്ളവരൊക്കെ അതും ഇതുമൊക്കെ പറയുമ്പോഴും കർത്താവ് അവളെ ഡിഫെൻഡ് ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. കർത്താവിന് മറിയത്തിൻ്റെ ആ ഒരു പ്രവൃത്തി അത് മനസ്സിലായി. മറിയത്തിൻ്റെ ഹൃദയത്തെ കർത്താവ് കാണുകയാണ്. അവൾ എത്രമാത്രം ആത്മാർത്ഥതയോടെയാണ് അത് ചെയ്തതെന്ന് കർത്താവ് കാണുകയാണ്. ഇതേപോലെ ഒരു ഭാഗം നമുക്ക് പഴയ നിയമത്തിലും കാണുവാനായി സാധിക്കും. ഉൽപ്പത്തി പുസ്തകത്തിൽ ഇതുപോലെ 2 കാഴ്ച സമർപ്പണം നമ്മൾ കാണുന്നുണ്ട്. കായീന്റെയും ആബേലിന്റെയും കാഴ്ച സമർപ്പണം. നമുക്ക് ആ വചനഭാഗം ഒന്ന് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 3-4 തിരുവാക്യങ്ങൾ. ഒരിക്കൽ കായേൻ തന്റെ വിളവിൽ ഒരു ഭാഗം കർത്താവിന് കാഴ്ച സമർപ്പിച്ചു. ആബേൽ തന്റെ ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞൂൽ കുഞ്ഞുങ്ങളെ എടുത്ത് അവയുടെ കൊഴുപ്പുള്ള ഭാഗങ്ങൾ അവിടത്തേക്ക് കാഴ്ചവെച്ചു. ആബേലിലും അവന്റെ കാഴ്ച വസ്തുക്കളിലും അവിടുന്ന് പ്രസാദിച്ചു. ഇവിടെയും കായേനും ആബേലും കാഴ്ച സമർപ്പിക്കുന്നുണ്ട്. കാഴ്ചയെക്കുറിച്ച് കാര്യങ്ങൾ നമുക്കെല്ലാം പറഞ്ഞു തരുന്നുണ്ട്. എന്നാൽ കർത്താവ് ആബേലിലാണ് പ്രസാദിച്ചത്. കായേനിൽ കർത്താവ് പ്രസാദിച്ചില്ല. നമുക്ക് ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 4-ാം വാക്യത്തിൽ ഇതിന്റെ കൂടുതൽ വിശദീകരണം നമുക്ക് ലഭിക്കും. വിശ്വാസം മൂലം ആബേൽ കായേന്റേതിനേക്കാൾ ശ്രേഷ്ഠമായ ബലി ദൈവത്തിന് സമർപ്പിച്ചു. അതിനാൽ അവൻ നീതിമാനായി അംഗീകരിക്കപ്പെട്ടു. അവൻ സമർപ്പിച്ച കാഴ്ചകളെക്കുറിച്ച് ദൈവം തന്നെ സാക്ഷ്യം നൽകി. ദൈവത്തിന്റെ തിരുമുൻപിൽ ആബേലിന്റെ കാഴ്ച സ്വീകാര്യമാവുകയായിരുന്നു. എന്തുകൊണ്ടാണെന്ന് തിരുവചനം എടുത്തു പറയുകയാ. വിശ്വാസം മൂലം ആബേൽ സമർപ്പിച്ച ബലി സ്വീകരിക്കപ്പെടുകയാണ്. ആബേലിന്റെ ആ ഒരു വിശ്വാസ തലത്തിലേക്കാണ് കർത്താവ് നോക്കിയത്. കായേൻ വിശ്വാസത്തോടെ ഒന്നുമല്ല, ലാഘവത്തോടെ ഒരു കാഴ്ച സമർപ്പിക്കണം എന്ന ആ ഒരു രീതിയിൽ കർത്താവിന് സമർപ്പിച്ചപ്പോൾ ഹൃദയങ്ങളെ പരിശോധിക്കുന്ന കർത്താവ് ആബേലിന് മാർക്കിടുകയായിരുന്നു. ഇത് തന്നെ ഇവിടെ മറിയത്തിന്റെ കാര്യത്തിലും സംഭവിക്കുകയാ. മറ്റുള്ളവർ നോക്കുമ്പോൾ വളരെ വേസ്റ്റായ ഒരു കാര്യമാണ് മറിയം ചെയ്യുന്നത്. വെറുതെ കാല് കഴുകാനായിട്ട് ഇത്രയേറെ വിലപ്പെട്ട ഒരു കാര്യം ഉപയോഗിക്കുക, ഒഴിച്ചു കളയുക. എന്നാൽ
കർത്താവ് അവളുടെ ഹൃദയത്തിലേക്കാണ് നോക്കിയേ. ആ ഹൃദയം കണ്ട കർത്താവിന് അവൾക്ക് തന്നോടുണ്ടായിരുന്ന സ്നേഹം, തന്നോടുണ്ടായിരുന്ന ഒരു ആദരവ് അത് തിരിച്ചറിയുകയാ. കർത്താവ് അതിൽ വളരെ സന്തോഷവാനായി മാറുകയാണ്. സങ്കീർത്തകനായ ദാവീദ് ഇതിന് വ്യക്തമായ ഒരു വിശദീകരണം നമുക്ക് നൽകുന്നുണ്ട്. 139 സങ്കീർത്തനം അതിൽ 1 വാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. കർത്താവേ, അവിടുന്ന് എന്നെ പരിശോധിച്ചറിഞ്ഞിരിക്കുന്നു. ദാവീദ് പറയുകയാണ്, കർത്താവേ, അവിടുന്ന് എന്നെ പരിശോധിച്ച് അറിഞ്ഞിരിക്കുന്നു. എന്നെ അറിയുന്നവനായ കർത്താവിനെ ദാവീദ് വിളിച്ചപേക്ഷിക്കുകയാണ്. എന്നെ പരിശോധിച്ച് അറിഞ്ഞിരിക്കുന്ന കർത്താവിനെ. തുടർന്ന് 2 വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ തിരുവചനം പറയുകയാണ്, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടുന്ന് അറിയുന്നു. എന്റെ വിചാരങ്ങൾ അവിടുന്ന് അകലെ നിന്നു മനസ്സിലാക്കുന്നു. ദാവീദ് ഏറ്റു പറയുകയാണ്, ഞാൻ എന്ത് ചെയ്താലും ഇരുന്നാലും എഴുന്നേറ്റാലും എല്ലാം കർത്താവ് അതെല്ലാം അറിയുന്നുണ്ട്. എൻ്റെ വിചാരങ്ങൾ വളരെ അകലെ നിന്ന് കർത്താവ് അറിയുന്നുണ്ട്. തുടർന്ന് 3 വാക്യത്തിൽ വീണ്ടും തുടരുകയാണ്, എന്റെ നടപ്പും കിടപ്പും അങ്ങ് പരിശോധിച്ചറിയുന്നു. എന്റെ മാർഗങ്ങൾ അങ്ങേക്ക് നന്നായി അറിയാം. എൻ്റെ നടപ്പ് കിടപ്പ് എല്ലാം കർത്താവ് അറിയുകയാണ്. ഞാൻ പോകുന്ന വഴി എന്താണ്, ശരിയാണോ തെറ്റാണോ, എല്ലാം കർത്താവ് അറിയുന്നുണ്ട്. എൻ്റെ വിചാരങ്ങൾ അറിയുന്ന, എന്നെ പരിപൂർണമായും അറിയുന്ന ഒരു കർത്താവാണ് നമുക്കുള്ളത്. ആ കർത്താവ് ഇവിടെ മറിയം ചെയ്ത പ്രവൃത്തിക്ക് മാർക്കിടുകയാണ്. മറിയത്തിൻ്റെ ആ പ്രവൃത്തിയെ കർത്താവ് അംഗീകരിക്കുകയാണ്. വളരെ വിലയേറിയത് കർത്താവിനായി കാഴ്ചവെച്ച മറിയത്തെയാണ് ഇന്ന് തിരുവചനം നമുക്ക് മുൻപിൽ വെച്ച് തരുന്നത്. എൻ്റെ പ്രിയമുള്ളവരെ, കർത്താവിനായിട്ട് നമ്മൾ എന്തെങ്കിലും നൽകുമ്പോൾ അത് ഏറ്റവും വിലയുള്ളത് തന്നെ കൊടുക്കണമെന്ന മറിയം നമുക്ക് പറഞ്ഞു തരുന്നത്. വെറുതെ നമുക്ക് തോന്നിയത് അങ്ങനത്തെ അല്ല. കർത്താവിനായി നമ്മൾ സമർപ്പിക്കുമ്പോൾ അത് നമ്മെ സംബന്ധിച്ച് ഏറ്റവും വിലയുള്ളതായിരിക്കണം. അത് നമ്മുടെ ജീവിതമായിക്കൊള്ളട്ടെ, എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, കർത്താവിനായി നമ്മൾ സമർപ്പിക്കുമ്പോൾ അത് നമ്മെ സംബന്ധിച്ച് ഏറ്റവും വിലയേറിയതായിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ ജീവിതത്തിൽ നല്ലൊരു ഭാഗം ലോകത്തിന് വേണ്ടി ഓടിയിട്ട് ഏറ്റവും അവസാനം കർത്താവിനെ സേവിക്കാം എന്ന് വിചാരിക്കുന്നവർ അവർ തീർത്തും തെറ്റായ മാർഗത്തിലാണ്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല സമയം, ഏറ്റവും നല്ലത് അതായിരിക്കണം കർത്താവിന് കൊടുക്കേണ്ടത്. സമ്പത്തായിക്കൊള്ളട്ടെ, ഭൗതിക കാര്യങ്ങളായിക്കൊള്ളട്ടെ, എന്ത് തന്നെ നമ്മൾ കർത്താവിന് കൊടുത്താലും ഏറ്റവും നല്ലതിനെയാണ് നമ്മൾ കർത്താവിന് സമർപ്പിക്കേണ്ടത്. ജീവിതത്തിലെ ഏറ്റവും നല്ല സമയം അതാണ് നമ്മൾ കർത്താവിന് സമർപ്പിക്കേണ്ടത്. എത്രയേറെ വിശുദ്ധാത്മാക്കൾ ഇത് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അവരുടെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട, ഏറ്റവും ആക്റ്റീവായിട്ടുള്ള സമയം കർത്താവിന് വേണ്ടി ഓടിത്തീർത്ത എത്രയോ വിശുദ്ധാത്മാക്കളെ നമുക്കറിയാം. എൻ്റെ പ്രിയമുള്ളവരെ, കർത്താവിന് ഏറ്റവും വിലയേറിയത് കൊടുക്കുവാൻ നമ്മൾ എപ്പോഴും ശ്രദ്ധയുള്ളവരായിരിക്കണം. ആബേലും മറിയും ഒക്കെ അതല്ലേ നമുക്ക് കാണിച്ചു തന്നത്. ഇവിടെ വീണ്ടും മറിയത്തിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നാർദിൻ സുഗന്ധ തൈലമാണ് അവൾ എടുത്ത് ഉപയോഗിച്ചത്. അന്നത്തെ ഒരു കൾച്ചർ അനുസരിച്ച് ഈ നാർദിൻ സുഗന്ധ തൈലം ഒരാളുടെ ശവസംസ്കാരത്തിന്, ബറിയലിന് ഉപയോഗിക്കുന്ന വസ്തുവായിരുന്നു. സാധാരണ വ്യക്തികളുടെ ബറിയലിനൊന്നും അത് ഉപയോഗിക്കത്തില്ല. വളരെ വിലയേറിയതാണ്. നമ്മൾ കണ്ടു, വലിയ രാജാക്കന്മാര്, നോബിൾസ്, അവരുടെയൊക്കെ അടക്കിനാണ് ഈ നാർദിൻ സുഗന്ധ തൈലം ഉപയോഗിക്കുന്നത്. കർത്താവിൽ നിന്നും ഒത്തിരിയേറെ വചനങ്ങൾ കേട്ട, ഒത്തിരിയേറെ പാഠങ്ങൾ ഉൾക്കൊണ്ട മറിയം കർത്താവ് പലപ്പോഴായി തൻ്റെ പീഡാനുഭവത്തെക്കുറിച്ച് പറഞ്ഞ പ്രവചനങ്ങൾ തീർച്ചയായിട്ടും കേട്ടിട്ടുണ്ട്. മറ്റുള്ളവർക്ക് ലഭിക്കാത്ത ഒരു ഇൻസൈറ്റ് അവൾക്ക് അവിടെ ലഭിക്കുകയാണ്. മറ്റുള്ളവരാരും ആ ഒരു സമയം അടുത്തു വരുന്നതായി തിരിച്ചറിയുന്നില്ല. നമ്മൾ തുടക്കത്തിൽ വായിച്ചു കേട്ടു, പെസഹായ്ക്ക് 6 ദിവസം മുൻപാണ് കർത്താവ് ഈ ഭവനത്തിലായിരിക്കുന്നത്. മറിയത്തെ സംബന്ധിച്ചിടത്തോളം കർത്താവിൻ്റെ ആ ഒരു പീഡാനുഭവ ക്രൂശീകരണ സമയങ്ങളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് മറിയം മനസ്സിലാക്കിയിരിക്കണം. അത് മുന്നിൽ കണ്ടാകണം അവൾ കർത്താവിനെ നാർദിൻ സുഗന്ധ തൈലം കൊണ്ടുപോയി പൂശുന്നത്. എന്നാൽ മറിയത്തിൻ്റെ ഈ വിചാരവും കർത്താവ് തിരിച്ചറിഞ്ഞു. 12-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, യൂദാസും മറ്റു ശിഷ്യന്മാരും ഒന്നും മറിയത്തിൻ്റെ ഈ പ്രവൃത്തിയെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. യൂദാസ് മറിയത്തെ കുറ്റം പറയുകയാണ്. ആ സമയത്ത് കർത്താവിൻ്റെ മറുപടി മറിയത്തിൻ്റെ ഹൃദയ വിചാരങ്ങളെ ഉറക്കെ പ്രഘോഷിക്കുന്നതായിരുന്നു. 12-ാം അധ്യായം 7-ാം തിരുവാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം.
യേശു പറഞ്ഞു, യേശു പറഞ്ഞു, അവളെ തടയേണ്ട. അവളെ തടയേണ്ട. എന്റെ ശവസംസ്കാര ദിനത്തിനായി എന്റെ ശവസംസ്കാര ദിനത്തിനായി ഇത് ചെയ്തുവെന്ന് അവൾ കരുതിക്കൊള്ളട്ടെ. അവൾ കരുതിക്കൊള്ളട്ടെ. കർത്താവ് മറിയത്തിന്റെ ഹൃദയ വിചാരങ്ങളെ ഉറക്കെ പറയുകയാണ്. കർത്താവിന് കാര്യം മനസ്സിലായി. മറിയം എന്ത് കണ്ടിട്ടാണ് ഈ നാർദിൻ സുഗന്ധ തൈലം തൻ്റെ മേൽ പൂശിയതെന്ന് അവൾ തിരിച്ചറിഞ്ഞതായി കർത്താവിന് മനസ്സിലായി. കർത്താവ് അത് അവരോട് പറയുകയാണ്. എൻ്റെ ശവസംസ്കാര ദിനത്തിനായിട്ട് അവൾ ഇത് ചെയ്തുവെന്ന് അവൾ കരുതിക്കൊള്ളട്ടെ. കർത്താവ് പലതവണ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്ത ആ ഒരു പ്രവചനം, തൻ്റെ പീഡാനുഭവങ്ങളെക്കുറിച്ചുള്ള പ്രവചനം, അതിലെ ആ ഒരു സീക്രട്ട് അത് മറിയം തിരിച്ചറിയുകയാണ്. കർത്താവിനോട് ചേർന്നിരുന്ന മറിയത്തിന് കർത്താവിൻ്റെ രഹസ്യങ്ങളെ ഗ്രഹിക്കാനുള്ള ഒരു വലിയ അഭിഷേകം കർത്താവ് പകർന്നു കൊടുക്കുകയായിരുന്നു. നമുക്ക് സങ്കീർത്തനങ്ങൾ 25-ാം അധ്യായം 14-ാം തിരുവാക്യത്തിലേക്കൊന്ന് കടന്നു വരാം. അവിടെ കർത്താവ് നമുക്കൊരു രഹസ്യം പറഞ്ഞു തരുന്നുണ്ട്. കർത്താവിന്റെ സൗഹൃദം അവിടുത്തെ ഭയപ്പെടുന്നവർക്കുള്ളതാണ്. അവിടുന്ന് തന്റെ ഉടമ്പടി അവരെ അറിയിക്കും. ഇംഗ്ലീഷ് വേർഷനിൽ നമ്മൾ കാണുന്നത് കർത്താവിന്റെ സൗഹൃദം എന്നുള്ളിടത്ത് ദ സീക്രട്ട് ഓഫ് ദ ലോർഡ് എന്നും നമ്മൾ കാണുന്നുണ്ട്. കർത്താവിന്റെ രഹസ്യങ്ങൾ വളരെ രഹസ്യത്തോടെ, വളരെ അങ്ങനെ എല്ലാവർക്കും പകർന്നു കൊടുക്കുന്ന കാര്യങ്ങളല്ലാതെ കർത്താവിന് ചില കാര്യങ്ങളുണ്ട്. അത് ആർക്കുള്ളതാ? കർത്താവിനെ ഭയപ്പെടുന്നവർക്കുള്ളതാണ്. കർത്താവിനെ ഭയപ്പെടുന്നവർക്ക് അവിടുന്ന് രഹസ്യങ്ങൾ പകർന്നു കൊടുക്കുമെന്ന തിരുവചനം പറയുന്നത്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമുക്ക് കർത്താവിൽ നിന്നും ഇതുപോലത്തെ രഹസ്യങ്ങൾ പ്രാപിക്കാൻ സാധിക്കുന്നുണ്ടോ? എത്രയോ കാര്യങ്ങൾ കർത്താവ് പരിശുദ്ധ വചനത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഒളിച്ചു വെച്ചിട്ടുണ്ട് ഒത്തിരിയേറെ മുത്തുകൾ. അത് പെറുക്കിയെടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? മറിയത്തിന് കർത്താവിൻ്റെ പ്രവർത്തികൾ തിരിച്ചറിയാൻ സാധിച്ചതുപോലെ ഇന്നത്തെ കാലഘട്ടത്തിൽ കർത്താവിൻ്റെ പ്രവർത്തികളെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അതെല്ലാം തിരുവചനത്തിലുണ്ട്. ആ വചനങ്ങൾ തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? കർത്താവിൻ്റെ പ്രവർത്തികളെ, ഈ കാലഘട്ടത്തിൽ കർത്താവ് ചെയ്യുന്ന കാര്യങ്ങളുടെ പൊരുൾ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? കർത്താവിൻ്റെ രഹസ്യം അത് അവിടുത്തെ ഭയപ്പെടുന്നവർക്കുള്ളതാണ്. നമുക്കറിയാം കർത്താവിൻ്റെ 2ാം വരവുമായൊക്കെ ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് കർത്താവ് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിനൊക്കെ വേണ്ട പ്രാധാന്യം കൊടുക്കാൻ, ആ രഹസ്യങ്ങളെ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? കർത്താവ് നമുക്ക് മുൻപിൽ വെച്ചിരിക്കുന്ന ആ നിധികളെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? കർത്താവിൽ നിന്നും വചനം കേട്ട മറിയം അതിനുള്ളിൽ ഒളിഞ്ഞിരുന്നതെല്ലാം പെറുക്കിയെടുത്തു എന്ന് വേണം നമ്മൾ ചിന്തിക്കുവാനായിട്ട്. മറ്റാർക്കും മനസ്സിലാകാത്ത കാര്യങ്ങൾ മറിയം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. കർത്താവിൻ്റെ അടക്കിന് വേണ്ട കാര്യങ്ങൾ വരെ മറിയം അവിടെ ക്രമപ്പെടുത്തുകയാണ്. ഇന്ന് തിരുവചനത്തിൽ നിന്ന് നമ്മൾ വായിക്കുന്നവരാണ്, തിരുവചന പ്രബോധനങ്ങൾ കേൾക്കുന്നവരാണ്. എന്നാൽ കർത്താവ് പകരുന്ന രഹസ്യങ്ങളെ തിരിച്ചറിയാൻ, കർത്താവ് നമുക്ക് മുൻപിൽ പരിശുദ്ധ വചനത്തിൽ വെച്ച് തന്നിരിക്കുന്ന രഹസ്യങ്ങളെ തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ആ ഒരു കൃപയിലേക്ക് നമ്മൾ വളരണം പ്രിയമുള്ളവരെ. കർത്താവിൻ്റെ പ്രത്യാഗമനത്തിൻ്റെ സമയത്തിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒത്തിരിയേറെ കർത്താവ് നൽകിയ അടയാളങ്ങൾ നമുക്ക് ചുറ്റും നിറവേറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വീണ്ടും ആ ഒരു നിസ്സാര പോക്ക് പോകുന്നവരാണോ? അതെയോ മറിയത്തെ പോലെ വേണ്ടുന്നതായ കാര്യങ്ങൾ ക്രമപ്പെടുത്തുന്നവരാണോ? നമുക്കൊന്ന് ചിന്തിക്കാം പ്രിയമുള്ളവരെ. നിയമാവർത്തന പുസ്തകം 29-ാം അധ്യായത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. അവിടെ 29-ാം തിരുവാക്യത്തിൽ കർത്താവ് ഒരു കാര്യം പറഞ്ഞു തരുന്നുണ്ട്. രഹസ്യങ്ങൾ നമ്മുടെ ദൈവമായ കർത്താവിൻ്റേത് മാത്രമാകുന്നു. എന്നാൽ വെളിപ്പെടുത്തപ്പെട്ടവ എന്നെന്നും നമുക്കും നമ്മുടെ സന്തതികൾക്കും വേണ്ടിയുള്ളവയാണ്. ഈ അനുശാസനങ്ങൾ നാം പാലിക്കേണ്ടതാണ്. എന്താ തിരുവചനം പറയുന്നത്? രഹസ്യങ്ങളുണ്ട്, കർത്താവിൻ്റേത് മാത്രമായ രഹസ്യങ്ങളുണ്ട്. എന്നാൽ വെളിപ്പെടുത്തപ്പെട്ടവയുമുണ്ട്. അത് ആർക്ക് വേണ്ടിയിട്ടുള്ളതാ? നമുക്കും നമ്മുടെ സന്താനങ്ങൾക്കും വേണ്ടിയുള്ളതാണ്. ആ രഹസ്യങ്ങൾ കണ്ടുപിടിച്ച് അതിനനുസരിച്ച് ജീവിതങ്ങളെ ക്രമപ്പെടുത്തുന്നവരായി നാം ഓരോരുത്തരും മാറണമെന്ന തിരുവചനം പറയുന്നത്. ആ രഹസ്യങ്ങളെ കർത്താവിൽ നിന്ന് പ്രാപിക്കാനുള്ള ആ ഒരു അഭിഷേക തലത്തിലേക്ക് നമുക്ക് ഉയരാൻ പ്രിയമുള്ളവരെ. കാലം വേഗം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോഴും നമുക്ക് ഈ ഒരു സമയം ഉണ്ടാകണമെന്നില്ല. കർത്താവിൻ്റെ പ്രത്യാഗമനം അടുത്തു വന്നുകൊണ്ടേയിരിക്കുകയാണ്. നാം എത്രമാത്രം ആ രഹസ്യങ്ങളെ സ്വീകരിച്ചിട്ടുണ്ട്?
നമുക്ക് കൈമോശം വന്നു പോയ സമയത്തെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുകയില്ല. എന്നാൽ ഇനിയുള്ള സമയം കർത്താവ് നമുക്ക് മുൻപിൽ നൽകിയിരിക്കുന്ന ആ രഹസ്യങ്ങളെ, ആ മുത്തുകളെ കണ്ടുപിടിച്ച് അതിനനുസരിച്ച് വേണ്ടുന്നതായ കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് സാധിക്കട്ടെ. വിശുദ്ധ പൗലോസ്ലീഹായും ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രബോധനം നമുക്ക് നൽകുന്നുണ്ട്. കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 10-ാം തിരുവാക്യം. എന്നാൽ നമുക്ക് ദൈവം അതെല്ലാം ആത്മാവ് മുഖേന വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. എന്തെന്നാൽ ആത്മാവ് എല്ലാ കാര്യങ്ങളും, ദൈവത്തിന്റെ നിഗൂഢ രഹസ്യങ്ങൾ പോലും അന്വേഷിച്ച് കണ്ടെത്തുന്നു. ആത്മാവ് ദൈവത്തിന്റെ നിഗൂഢ രഹസ്യങ്ങൾ പോലും അന്വേഷിച്ച് കണ്ടെത്തി നമുക്ക് തരുന്നുവെന്നാ പറയുന്നത്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു പരിശുദ്ധാത്മാവ് നമ്മോടൊപ്പമുള്ളതല്ലേ? കർത്താവ് ഇതിൽ വെച്ചിരിക്കുന്ന രഹസ്യങ്ങളെല്ലാം കണ്ടെത്തി അതിനനുസരിച്ച് കർത്താവിൻ്റെ പ്രത്യാഗമനത്തിന് നമ്മെ തന്നെ ഒരുക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. ആ ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങാം. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന മറിയം, അവൾ ചെയ്ത പ്രവർത്തികളെ പറ്റി കർത്താവ് അവൾക്കൊരു റിമാർക്ക് കൊടുക്കുന്നുണ്ട്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം അവിടെ 42-ാം തിരുവാക്യത്തിൽ കർത്താവ് മറിയത്തെക്കുറിച്ച് എന്താണ് പറയുന്നത്? ഒന്നു മാത്രമേ ആവശ്യമുള്ളൂ. മറിയത്തെക്കുറിച്ച് കർത്താവ് പറയുകയാണ്, ഒന്ന് മാത്രമേ ആവശ്യമുള്ളൂ. മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു. നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു. അത് അവളിൽ നിന്നും എടുക്കപ്പെടുകയില്ല. നമ്മൾ കണ്ടു കർത്താവിന്റെ പാദത്തിങ്കൽ ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന മറിയത്തെ. അവൾ നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരേ ഒരു കാര്യം, അത് കർത്താവിൻ്റെ ആ ഒരു സാമീപ്യമാണ്, കർത്താവിൻ്റെ സാന്നിധ്യമാണ്. അത് തിരഞ്ഞെടുത്ത മറിയത്തെ കർത്താവ് ഇവിടെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ വായിച്ചു കേട്ടത്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, മറിയം നമുക്ക് കാണിച്ചു തന്നതുപോലെ കർത്താവ് നമുക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന രഹസ്യങ്ങളെ സ്വീകരിച്ചുകൊണ്ട് കർത്താവിൻ്റെ പ്രത്യാഗമനത്തിന് വേണ്ടി കൂടുതലായി ഒരുങ്ങുന്നവരായി നമുക്ക് മാറാം. കർത്താവ് പറഞ്ഞ ആവശ്യമുള്ള ഒരേ ഒരു കാര്യം കർത്താവിൻ്റെ സാന്നിധ്യത്തിലായിരിക്കുക എന്നുള്ള വലിയ വിശിഷ്ടമായ സൗഭാഗ്യം, അത് സ്വന്തമാക്കിയവരായി നമുക്ക് ഓരോരുത്തർക്ക് മാറാം. ആ ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങാം. നമുക്ക് മറിയത്തിലൂടെ ഇത്രയേറെ പ്രബോധനങ്ങൾ നൽകിയ കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട്, ഒപ്പം ആ ഒരു കൃപയ്ക്ക് വേണ്ടി നമ്മെ തന്നെ പ്രാർത്ഥിച്ചൊരുക്കിക്കൊണ്ട് നമുക്ക് നമ്മുടെ കർത്താവിനെ സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഈശോയേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അങ്ങ് നൽകിയ വചനങ്ങൾ അനുസരിച്ച് ജീവിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. കർത്താവേ, അങ്ങോട്ട് ഒട്ടിച്ചേർന്നിരിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഈശോയേ നന്ദി, ഈശോയേ നന്ദി, ഹല്ലേലൂയ. എന്നെ നന്നായി അറിയും, എന്നെ നന്നായി പുലർത്തും എന്റെ പ്രാണനായകനീശോ. എന്നെ നന്നായി അറിയും, എന്നെ നന്നായി പുലർത്തും എന്റെ പ്രാണനായകനീശോ. അമ്മയോ മരിക്കുമ്പോൾ, അപ്പൻ താലോലിക്കുമ്പോൾ എന്നെ നാഥൻ വഴി നടത്തും. ഹല്ലേലൂയ. അമ്മയോ മരിക്കുമ്പോൾ, അപ്പൻ താലോലിക്കുമ്പോൾ എന്നെ നാഥൻ വഴി നടത്തും. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ ഏറ്റു പറയുന്നു, അമ്മയെക്കാളും അപ്പനേക്കാളും എല്ലാം ഞങ്ങളെ അറിയുന്ന, ഞങ്ങളെ മനസ്സിലാക്കുന്ന കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുകയാണ്. ഹല്ലേലൂയ. ഞങ്ങളെ വഴി നടത്തുന്ന കർത്താവേ, ഞങ്ങൾ നന്ദി പറയുകയാണ്. ഹല്ലേലൂയ, ഈശോയേ നന്ദി, ഹല്ലേലൂയ. നാഥൻ വരവിൻ ലക്ഷണങ്ങൾ കാണുന്നേ അന്ത്യകാല സംഭവങ്ങളാ. ഹല്ലേലൂയ. നാഥൻ വരവിൻ ലക്ഷണങ്ങൾ കാണുന്നേ അന്ത്യകാല സംഭവങ്ങളാ. എണ്ണ നിറച്ചിടാം, കാത്തു കാത്തിരുന്നിടാം എൻ പ്രിയൻ വരവിനായി. എണ്ണ നിറച്ചിടാം, കാത്തു കാത്തിരുന്നിടാം
വഴി നടത്തും. ഈശോയെ നന്ദി ഈശോയെ. അമ്മയോ മരിക്കുമ്പോൾ അപ്പൻ താലോലിക്കുമ്പോൾ എന്നെ നാഥൻ വഴി നടത്തും. ഹല്ലേലൂയ. എണ്ണ നിറച്ചിടാം കാത്തു കാത്തിരുന്നിടാം എൻ പ്രിയൻ വരവിനായി. ഹല്ലേലൂയ. എണ്ണ നിറച്ചിടാം കാത്തു കാത്തിരുന്നിടാം എൻ പ്രിയൻ വരവിനായി. ഈശോയെ നന്ദി. എൻ പ്രിയൻ വരവിനായി. ഹല്ലേലൂയ. എൻ പ്രിയൻ വരവിനായി. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഈശോയെ നന്ദി. കർത്താവേ, അങ്ങയുടെ വരവിനായി കാത്തിരിക്കുവാൻ, എണ്ണ നിറച്ച് കാത്തിരിക്കുവാനുള്ള കൃപ കർത്താവേ ഞങ്ങൾക്ക് നൽകണമേ. അതിനായിട്ടുള്ള ജ്ഞാനം കർത്താവേ ഞങ്ങൾക്ക് നൽകണമേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഈശോയെ നന്ദി. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ. ആമേൻ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ പഠിച്ചതുപോലെ വെളിപ്പെടുത്തപ്പെട്ട രഹസ്യങ്ങൾ അതിനെ പ്രാപിച്ച് അതിനനുസരിച്ച് നമ്മളുടെ ജീവിതങ്ങളെ ക്രമീകരിക്കാൻ നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ കർത്താവിൻ്റെ പ്രത്യാഗമനത്തിനായി നമുക്ക് തന്നെ ഒരുങ്ങാം. നമ്മെ തന്നെ നമുക്ക് ഒരുക്കാം. ചുറ്റുമുള്ളവരെ അതിനായി നമുക്ക് ഒരുക്കാം. എൻ്റെ പ്രിയമുള്ളവരെ, നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ വേലയിൽ ഒരുമിച്ച് ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകാം. കർത്താവ് എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ നിയോഗങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ നമ്പർ 9495219811. ഞങ്ങളുടെ ഇമെയിൽ priscilla@gmail.com. ഞങ്ങളുടെ അഡ്രസ് പ്രിഷില്ല ഷെക്കിന ന്യൂസ്, താളിക്കോട്, പട്ടിക്കാട് PO, തൃശൂർ, കേരള 680652.